നമസ്കാരം. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. 2025 ജൂലൈ മാസം 13-ാം തീയതി മുതൽ 2025 നവംബർ മാസം 28-ാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. 139 ദിവസം. നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്ത്വനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു. അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം. ശനി എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങൾ ഉണ്ടാകും. വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. 139 ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ്. അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ, കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, ജോലി സംബന്ധമായ പ്രശ്നം, ദാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കാർ അയക്കുന്ന പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു 10% മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അവർക്കും 7.5 ശനി ദോഷമാണ് ബാധിച്ചിരിക്കുന്നത്. മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക നക്ഷത്രം, അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽപാദം മേടം രാശിയിലാണ്. അപ്പോൾ മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് 7.5 ശനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തികയുടെ അവസാനം മുക്കാൽ പാദം നക്ഷത്രക്കാർക്ക് 7.5 ശനിദോഷം ബാധിക്കുകയില്ല. എങ്കിലും ഈ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ദോഷം ഈ ഒരു കാലഘട്ടത്ത് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനും ഒരു ചെറിയൊരു മാറ്റം വരുന്ന സമയം തന്നെയാണ്. ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന 139 ദിനരാത്രങ്ങൾ. ഈ സമയം മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ 7.5 ശനി മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ ഇല്ലാതാകുകയാണ്. നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. വളരെ വേഗത കുറഞ്ഞ ഗ്രഹമാണ് ശനി. വളരെ സാവധാനം സഞ്ചരിക്കുന്ന ഗ്രഹം. ഇതിൻ്റെ ഈയൊരു സഞ്ചാരം കൊണ്ട് തന്നെ അതിനെ മന്ദൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട്. എന്നാൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും ദോഷങ്ങളെ ഇല്ലാതാക്കുകയും നേട്ടങ്ങൾ കൈവരിക്കുകയും സാധിക്കുകയും ചെയ്യുന്നു. കാർത്തികയുടെ ആദ്യ കാൽപാദത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ധനപരമായ നഷ്ടങ്ങളും
വിദ്യാഭ്യാസപരമായ തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായി ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. അവരുടെ ജീവിതത്തിൽ ഒരാശ്വാസം എന്നതുപോലെയാണ് ഈ വരുന്ന കുറച്ച് ദിനങ്ങളിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഈ സഞ്ചാരം അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചു കൊണ്ടിരുന്ന 7.5 ശനിദോഷം ഇല്ലാതാക്കുകയും ആ കാലഘട്ടങ്ങളിൽ അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ജൂലൈ മാസം 13-ാം തീയതി മുതൽ നവംബർ മാസം 28-ാം തീയതി വരെ സാമ്പത്തികപരമായ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നു. ജോലിയിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നു. ബിസിനസ്സിൽ നഷ്ടങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നേട്ടങ്ങൾ വരുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മടി, അലസത ഇവ മൂലം അവർ പുറകിലോട്ട് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അവർക്ക് പഠിക്കുവാനും പഠനത്തിൽ മുന്നിലെത്തുവാനുമുള്ള ഒരു തോന്നലുകൾ വരികയും അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നല്ല സമയവും ദോഷപരമായ സമയങ്ങളും വന്നു ചേരുന്നു. അങ്ങനെ ദോഷ സമയത്ത് നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങളുടെ ഫലമായിട്ടും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടും ഈശ്വരൻ തരുന്ന ചെറിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ വക്രത്തിൽ ശനി സഞ്ചരിക്കുന്ന ദിവസങ്ങൾ. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ദോഷങ്ങൾക്ക് ഒരു ശമനം സംഭവിക്കുകയും സന്തോഷകരമായി ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. പല വ്യക്തികൾക്കും ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കാതെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കും വക്രഗതിയിലുള്ള ശനിയുടെ സഞ്ചാരം മൂലം അവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ സംഭവിക്കുന്നത്. രാജകീയമായ യോഗങ്ങൾ വന്നു ചേരുമെന്നാണ് പലരും പറയാറുള്ളത്. കാരണം അവർ ജീവിതത്തിൽ അത്രയ്ക്കും പ്രശ്നങ്ങളാൽ ജീവിതത്തിൽ തന്നെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് നിന്ന സമയമായിരിക്കും. അവിടെ നിന്നുമാണ് അവർക്കൊരു മാറ്റം വരുന്നത്. കുറച്ച് ദിവസങ്ങളാണ് ഈ ഒരു മാറ്റം നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കടബാധ്യതയിൽ ഒരു മാറ്റം വരുത്താൻ, അതായത് വളരെ രീതിയിൽ കടബാധ്യത മൂലം നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കാതിരുന്ന സമയത്താണ് 7.5 ശനിയുടെ ഒരു മാറ്റം ഉണ്ടാകുകയും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ പലർക്കും സാമ്പത്തികപരമായ ബുദ്ധിമുട്ട്, നമുക്ക് നഷ്ടം വന്നിരുന്നു, അത് ലഭിക്കാതെ ഇരുന്നു എന്നൊക്കെ വിഷമിച്ചിരുന്ന വ്യക്തികൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച ധനങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലായി വരുന്നു. ജോലി ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന വ്യക്തികൾക്ക് ജോലി ലഭിക്കുന്നു. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് ജോലി ഇല്ലാതെ വളരെ വിഷമത്തിൽ കഴിഞ്ഞിരുന്നതായിരിക്കും. അവർക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാകുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയും ആ സാമ്പത്തികം സേവ് ചെയ്യുവാൻ സാധിക്കുകയും എല്ലാം പറ്റുന്ന നല്ലൊരു കുറച്ച് ദിനങ്ങളാണ് ഇനി ഉണ്ടാകുന്നത്. എന്നാൽ ഇടവം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന വ്യക്തികൾക്ക്, ഇടവം രാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർ, കാർത്തികയുടെ അവസാനത്തെ 3/4 പാദം ഇടവം രാശിയിലാണ് വരുന്നത്. അവർക്ക് 7.5 ശനി ദോഷം ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തും അവർക്ക് അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സുഖസൗകര്യത്തോടു കൂടി തന്നെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇടവം രാശിയിൽ ജനിച്ചവർക്കും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവർക്ക് പരിഹാരാർത്ഥം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ ഒക്കെ അവർ ശനീശ്വര ഹോമവും അല്ലെങ്കിൽ നീരാഞ്ജനം, നെയ്വിളക്ക്, എള്ളുപായസം എന്നീ വഴിപാടുകൾ കഴിപ്പിച്ച് മുന്നോട്ട് പോയവരാണ് എന്നുണ്ടെങ്കിൽ ആ പരിഹാരങ്ങൾ മുടക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം നവംബർ 28-ാം തീയതിക്ക് ശേഷം വീണ്ടും 7.5 ശനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നേരത്തെ ഉണ്ടായിരുന്ന അതേ ദോഷങ്ങൾ തന്നെ വീണ്ടും അനുഭവത്തിൽ വരികയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാലഘട്ടം വരുന്നു എന്ന് കരുതി നമ്മൾ പരിഹാരങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി അയ്യപ്പസ്വാമിയെയോ ശ്രീ ധർമ്മശാസ്താവിനെയോ ശനീശ്വര ദേവനെയോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെയോ നവഗ്രഹങ്ങളെയോ പ്രാർത്ഥിക്കുകയും പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, നീരാഞ്ജനം എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ദോഷങ്ങൾ കുറയുകയും ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് നേട്ടങ്ങൾ വരുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെയും അല്ലെങ്കിൽ പരിഹാരങ്ങളുടെയും ഫലമായി 2 ഇരട്ടിയായി നമ്മുടെ ജീവിതത്തിലോട്ട് ഭാഗ്യങ്ങൾ വന്നു ചേരുവാനും സാധിക്കും.